പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോൾ കേൾക്കുന്നവരെല്ലാം വിശ്വസിക്കണമെന്നില്ല. നിത്യം പ്രാപിപ്പാൻ മുൻ നിയമിക്കപ്പെട്ടവരുണ്ട്. അവര് വചനം ഏറ്റെടുക്കും, അല്ലാത്തവർ തള്ളിക്കളയും. ഇത് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഒരു ശബത്ത് ദിവസം പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും സംസാരിക്കുന്ന സുവിശേഷം കേൾക്കുവാനായിട്ട് ഏകദേശം പട്ടണത്തിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടി. അപ്പോൾ വലിയ പുരുഷാരത്തെ കണ്ടിട്ട് യഹൂദന്മാർ അസൂയ പൂണ്ട് പൗലോസ് പ്രസംഗിക്കുന്നതിന് എതിർത്ത് സംസാരിച്ചു. എന്നാൽ ഈ കേട്ടവരൊക്കെ അവരുടെ കൂട്ടത്തിൽ നിത്യജീവന് നിയോഗമുണ്ടായിരുന്നവർ വചനം സ്വീകരിച്ചു. അല്ലാത്തവർക്ക് മനസ്സിലായില്ല. അപ്പോൾ യഹൂദന്മാരെ അസൂയ പൂണ്ട് ഇവരോട് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചത് കൊണ്ട് അവര് പൗലോസും ബർന്നബാസും ചേർന്ന് ഇങ്ങനെ പറഞ്ഞു: ദൈവവചനം ആദ്യം നിങ്ങളോട് സംസാരിക്കേണ്ടത് ആവശ്യമായിരുന്നു യഹൂദന്മാരോട്. എന്നാൽ നിങ്ങൾ നിത്യജീവന് തങ്ങൾ അയോഗ്യരെന്ന് നിങ്ങളെ തന്നെ വിധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം രക്ഷ ആകേണ്ടതിന് ജാതികൾക്ക് നിങ്ങളെ പ്രകാശമാക്കി വെളിച്ചമാക്കി വച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് അരുളി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവരിത് പറഞ്ഞപ്പോൾ ഇവരിൽ നിന്ന് സുവിശേഷം കേട്ട ആളുകൾ, ജാതികളായ ആളുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ യഹൂദന്മാരുടെ അസൂയ വർദ്ധിച്ചിട്ട് അവര് കുലീനരായ ഭക്തിയുള്ള സ്ത്രീകളുണ്ട് ആ ദേശത്തെ, അവരെല്ലാം വശത്താക്കി. ദേശത്തുള്ള പ്രമാണികളായ ആളുകളെയും വിളിച്ചുകൂട്ടി, ഇവരെയും വശത്താക്കി. അപ്പോൾ യഹൂദന്മാരുടെ കൂടെ കുലീനരായ ഭക്തിയുള്ള മാന്യ സ്ത്രീകൾ, ദേശത്തുള്ള പ്രമാണികളായ ആളുകൾ അവരുടെ കൂടെ കൂടി. അപ്പൊ ഇവരെല്ലാം ഇങ്ങനെ കൂടിയിട്ട് പൗലോസിനും ബർന്നബാസിനുമെതിരെ അവർ ഉപദ്രവം ഉണ്ടാക്കി. അങ്ങനെ അവർ അവരുടെ നാട്ടിൻ്റെ അതിർത്തിയിൽ നിന്ന് അവർ ഓടിച്ചു കളഞ്ഞു. പൗലോസും ബർന്നബാസും തങ്ങളുടെ കാലിലെ പൊടി അവർക്കെതിരെ തട്ടിക്കളഞ്ഞിട്ട് അവർ ഇക്കോന്യയിലേക്ക് പോയി. ഇത് തിരുവചനം അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ 44-ാം വാക്യം പറയുന്ന. പ്രിയമുള്ളവരെ, ഇന്ന് ഈ പരിജ്ഞാനം, ദൈവത്തിൻ്റെ പരിജ്ഞാനം ഇന്ന് ലോകത്ത് എമ്പാടും പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ അതിൽ യഥാർത്ഥത്തിൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വ്യക്തികൾ സംസാരിക്കുന്നത് മനുഷ്യൻ തടയുകയാണ്. അത് ദൈവത്താൽ അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതും ഇതിനെതിരാണ്. അതൊക്കെ മനുഷ്യൻ സ്വീകരിക്കും.
ഭൗതികമായിട്ടുള്ള മനുഷ്യന്റെ ഇഷ്ടത്തെ പോഷിപ്പിക്കുന്ന വിധത്തിലുള്ള വാക്കുകളൊക്കെ പ്രസംഗിക്കുന്ന ഒരുപാട് പ്രാസംഗികർ നമ്മുടെ ഇടയിലുണ്ട്. സമ്പത്ത് വർദ്ധിക്കുന്നു, ജീവിതസുഖം വർദ്ധിപ്പിക്കുന്നു, അവരുടെ ജഡത്തിന്റെ സകല ഇച്ഛകളെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള ലോകപ്രിയം വർദ്ധിപ്പിക്കുന്നതായ മാന്യതയും ബഹുമാനവും കിട്ടുന്നതുമായ ഒത്തിരി കാര്യങ്ങൾ പ്രസംഗിക്കുന്ന ശക്തന്മാരായ സുവിശേഷന്മാരുണ്ട്. അത് ദൈവത്തിൽ നിന്നുള്ളവരല്ല. ഇത് തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഇന്ന് അനേകര് സുവിശേഷം കേൾക്കാത്തത് കൊണ്ടല്ല, ശക്തന്മാരായ ലോകത്തിലെ ഉന്നതന്മാരായ പണ്ഡിതന്മാരായ ലോകജ്ഞാനികളായിട്ടുള്ള അധികാരമുള്ള ആളുകളിൽ നിന്ന് അതിനെ അവർ തടയുന്നത് കൊണ്ട് ലോകത്തിൽ മനുഷ്യൻ ഈ പരിജ്ഞാനം കേൾക്കാൻ ഇടയാകാതെ പോകുന്നു. ഇതാണ് വാസ്തവം. അതുകൊണ്ട് എങ്കിലും തിരുവചനം പറയുന്ന ഒരു കാര്യമുണ്ട്. നിത്യജീവന് നിയോഗം പ്രാപിച്ചവർ അത് ഏറ്റെടുക്കും, അല്ലാത്തവർ അത് തള്ളിക്കളയും. ഇനി നിത്യജീവൻ നിയോഗം ഉള്ളവർക്ക് വേറൊരു പ്രത്യേകതയെങ്കിലുണ്ട്. അവന് ഈ ഹൃദയത്തിൽ ഈ ജ്ഞാനം പ്രാപിപ്പാനുള്ള വലിയ ആഗ്രഹം ജനിച്ച് അവൻ ഈ ജ്ഞാനത്തെ ജാഗ്രതയെ അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ ചെയ്യും. കാരണം അവനത് പ്രാപിച്ചാലേ അടങ്ങുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? അവൻ നിത്യവും പ്രാപിപ്പാൻ മുൻ നിയമിക്കപ്പെട്ട വ്യക്തിയാണ്. അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിക്ക് ദൈവം അതിന് ജ്ഞാനം പ്രാപിപ്പാൻ അവസരം കൊടുക്കും. അതുകൊണ്ട് നമ്മൾ ഹൃദയപൂർവ്വം ആഗ്രഹിക്കേണ്ട ഇതാണ്, വലിയ വലിയ ക്രൂസൈഡുകളിൽ നമ്മൾ ജ്ഞാനം തിരഞ്ഞു പോകരുത്. ഇവിടെ ചെന്നാൽ കിട്ടുകയില്ലാന്നൊന്നുമില്ല. ജ്ഞാനം ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ, ദൈവത്തിൻ്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിനെ അനുഗമിച്ച് യേശുക്രിസ്തു മുഖാന്തരം സ്വർഗസ്ഥ പിതാവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയുന്ന വിധത്തിലുള്ള ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കാൻ തക്ക വിധത്തിലുള്ള പരിജ്ഞാനം തരണമെന്ന് ആഗ്രഹിക്കുക. ദൈവം ഒരുക്കി തരും. അത് പ്രാപിക്കാൻ ആഗ്രഹിക്കുക. താഴ്മയും വിനയമുള്ളവരായിരിക്കുക. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.